ഹായ് ഫ്രണ്ട്സ്, ജബത്തോൺ PSCയുടെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഡ്രൈവർ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. താഴെ തന്നിട്ടുള്ളതിൽ KURTC എന്നതിൻ്റെ പൂർണ്ണരൂപം: എ. കേരള യൂണിയൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ബി. കേരള യൂട്ടിലൈസ്ഡ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. സി. കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഡി. കേരള അൾട്ടിമേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. സി. കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. സാധാരണ ഹെവി വാഹനങ്ങളുടെ ടയർ സൈസ് എത്ര? എ. 11.00x20. ബി. 16.00x20. സി. 10.00x23. ഡി. 9.00x20. ആൻസർ ഡി. 9.00x20. പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ കറക്കം വീലുകളിലേക്ക് 90 ഡിഗ്രിയിൽ നൽകുന്ന യന്ത്രഭാഗം ഏത്? എ. ക്രൗണും പിനിയനും. ബി. സ്പർ ഗിയറും കപ്പും. സി. സ്റ്റാർ ഗിയറുകൾ. ഡി. സൺ ഗിയറുകൾ. ആൻസർ എ. ക്രൗണും പിനിയനും. ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ച ജർമ്മൻ ശാസ്ത്രജ്ഞൻ ആര്? എ. അഡോൾഫ് ഡീസൽ. ബി. ജോർജ് ഡീസൽ. സി. റുഡോൾഫ് ഡീസൽ. ഡി. അർണോൾഡ് ഡീസൽ. ആൻസർ സി. റുഡോൾഫ് ഡീസൽ. ഡീസൽ എന്ന കീവേഡ് പഠിച്ചുകൊണ്ട് പോയാൽ ആൻസർ കിട്ടില്ല. നമുക്കൊന്നുകൂടി ഓർത്തു വയ്ക്കാം. ഡീസൽ വാഹനങ്ങൾ ഓടിക്കുന്നത് റോട്ടിലൂടെയാണല്ലോ. അപ്പോൾ റോഡ് എന്ന കീവേഡും ഓർത്തു വയ്ക്കാം. റുഡോൾഫ് ഡീസലാണ് ആൻസർ. റോഡ് റുഡോൾഫ്. എഞ്ചിൻ പവറുമായി ബന്ധപ്പെട്ട HP എന്നാൽ എന്ത്? എ. ഹൈ പവർ. ബി. ഹൈ സ്പീഡ് പവർ. സി. ഹോഴ്സ് പവർ. ഡി. ഹെക്ടാ പവർ. ആൻസർ സി. ഹോഴ്സ് പവർ. 4 ലൈൻ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? എ. റോഡിൽ കുറുകെ വരച്ച 4 വരകൾ. ബി. 4 റോഡുകൾ ചേരുന്ന സ്ഥലം. സി. 4 വരിപ്പാത. ഡി. 4 വശങ്ങളുള്ള 2 റോഡുകൾ. സി. ആൻസർ സി. 4 വരിപ്പാത. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അന്തരീക്ഷ താപനിലയിൽ എ. പെട്രോൾ ഡീസലിനേക്കാൾ വേഗത്തിൽ ബാഷ്പീകരിക്കുന്നു. ബി. ഡീസൽ പെട്രോളിനേക്കാൾ വേഗത്തിൽ ബാഷ്പീകരിക്കുന്നു. സി. പെട്രോളും ഡീസലും ഒരേപോലെ ബാഷ്പീകരിക്കുന്നു. ഡി. മുകളിൽ പറഞ്ഞതൊന്നും ശരിയല്ല. ആൻസർ അന്തരീക്ഷ താപനിലയിൽ പെട്രോൾ ഡീസലിനേക്കാൾ വേഗത്തിൽ ബാഷ്പീകരിക്കുന്നു. അപ്പോൾ പെട്രോളാണ് ആദ്യം. PD പെട്രോൾ ഡീസൽ. പെട്രോൾ വേഗത്തിൽ ബാഷ്പീകരിക്കുന്നു. വാഹനം ഇടതുവശം ചേർന്ന് മാത്രമേ റോഡിൽ ഓടിക്കാവൂ എന്നത് താഴെ പറയുന്നവയിൽ ഏതിലാണ് പറയുന്നത്? എ. കേന്ദ്ര മോട്ടോർ വാഹന നിയമം. ബി. കേരള മോട്ടോർ വാഹന നിയമം. സി. കേരള ടാക്സേഷൻ നിയമം. ഡി. റോഡ് റെഗുലേഷനുകൾ. ആൻസർ ഡി. റോഡ് റെഗുലേഷനുകൾ. ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന കാം ഷാഫ്റ്റിൻ്റെ ധർമ്മം എന്ത്? എ. പിസ്റ്റൺ പ്രവർത്തിപ്പിക്കുന്നു. ബി. ക്രാങ്ക് ഷാഫ്റ്റ് പ്രവർത്തിപ്പിക്കുന്നു. സി. കണക്റ്റിംഗ് റോഡ് പ്രവർത്തിപ്പിക്കുന്നു. ഡി. വാൽവുകൾ പ്രവർത്തിപ്പിക്കുന്നു. ആൻസർ ഡി. വാൽവുകൾ പ്രവർത്തിപ്പിക്കുന്നു. ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന കാം ഷാഫ്റ്റിൻ്റെ ധർമ്മം എന്ത്? ആൻസർ ഡി. വാൽവുകൾ പ്രവർത്തിപ്പിക്കുന്നു. കാം ഷാഫ്റ്റിൻ്റെ ധർമ്മം വാൽവുകൾ പ്രവർത്തിപ്പിക്കുന്നതാണ്. ഡീസൽ എഞ്ചിനിൽ ഇഞ്ചക്ടറുകളിലേക്ക് ഡീസൽ നൽകുന്ന ഭാഗം ഏത്? എ. ഫ്യൂവൽ ഇഞ്ചക്ഷൻ നോഡിൽ. ബി. ഫ്യൂവൽ ഇഞ്ചക്ഷൻ വാൽവ്. സി. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്. ഡി. ഫ്യൂവൽ ഇഞ്ചക്ഷൻ നീഡിൽ. ആൻസർ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്. കൂളൻ്റ് എന്നാൽ എന്താണ്? എ. ഓയിൽ തണുപ്പിക്കുന്ന ദ്രാവകം. ബി. ബ്രേക്ക് തണുപ്പിക്കുന്ന ദ്രാവകം.
സി എൻജിൻ തണുപ്പിക്കുന്ന ദ്രാവകം, ഡി റേഡിയേറ്റർ തണുപ്പിക്കുന്ന ദ്രാവകം. നമുക്ക് എല്ലാവർക്കും അറിയാം, കൂളൻ്റ് എല്ലാവർക്കും നല്ല പരിചിതമാണ്. പക്ഷേ എന്താണെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഇത് സ്ഥിരമായി കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കൂളൻ്റ് എന്നാൽ എന്താണ്? സി എൻജിൻ തണുപ്പിക്കുന്ന ദ്രാവകമാണ് കൂളൻ്റ്. റിംഗ് ഗിയർ ഏത് എൻജിനിൽ ഭാഗമായി ബന്ധപ്പെട്ടാണ്? റിംഗ് ഗിയർ ഏത് എൻജിൻ ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? എ ക്രാങ്ക് ഷാഫ്റ്റ്, ബി കാം ഷാഫ്റ്റ്, സി ഫ്ലൈ വീല്, ഡി ഗിയർ ബോക്സ്. റിംഗ് ഗിയർ ആൻസർ സി ആണ്, ഫ്ലൈ വീലാണ്. റിംഗ് ഗിയർ ഏത് എൻജിൻ ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്ലൈ വീലുമായി ബന്ധപ്പെട്ടതാണ്. ക്ലച്ച് അമർത്തുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് സംഭവിക്കുന്നത്? എ എഞ്ചിനും ടയറും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. ബി ഗിയർ ബോക്സും പ്രൊപ്പല്ലർ ഷാഫ്റ്റും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. സി എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. ഡി എഞ്ചിനും ഫ്ലൈ വീലും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. ആൻസർ സി എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. ഹെവി വാഹനങ്ങളിൽ ബ്രേക്ക് സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതുപയോഗിച്ചാണ്? എ അന്തരീക്ഷ വായു, ബി ഓയിൽ, സി വായുവും ഓയിലും ഒരുമിച്ച്, ഡി മർദ്ദമേറിയ വായു. ആൻസർ ഡി മർദ്ദമേറിയ വായു, അതായത് എയർ ബ്രേക്ക് എന്നൊക്കെ നമ്മൾ പറയും. ബ്രേക്ക് ഫേഡിംഗ് എന്നാൽ എന്ത്? എ ബ്രേക്ക് ലൈനർ പെട്ടെന്ന് തേയുന്ന അവസ്ഥ, ബി ബ്രേക്ക് ലിവർ ചവിട്ടിയാലും മുഴുവൻ ബ്രേക്കും കിട്ടാത്ത അവസ്ഥ, സി ബ്രേക്ക് നിരന്തരം ഉപയോഗിച്ച് ബ്രേക്ക് ലൈനർ ചൂടായി ബ്രേക്ക് ലഭിക്കാത്ത അവസ്ഥ, ഡി ബ്രേക്ക് ലിവർ ചവിട്ടിയാലും ബ്രേക്ക് ലഭിക്കാത്ത അവസ്ഥ. ആൻസർ സി ബ്രേക്ക് നിരന്തരം ഉപയോഗിച്ച് ബ്രേക്ക് ലൈനർ ചൂടായി ബ്രേക്ക് ലഭിക്കാത്ത അവസ്ഥ. ഒരു 6 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ്റെ ഇഞ്ചക്ഷൻ ടൈമിംഗ് ഏതാണ്? എ 1, 5, 3, 6, 2, 4, ബി 1, 3, 6, 5, 4, 2, സി 1, 6, 4, 2, 5, 3, ഡി 1, 4, 3, 5, 2, 6. ആൻസർ 1, 5, 3, 6, 2, 4. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ 1, 5 നമ്മൾ ഓൾറെഡി ഓർക്കണം. പിന്നെ ആ 1, 5 പകരം 2, 1, 2, 3 അങ്ങനെ ഓർക്കാമല്ലോ. ആ 2 പകരം 5 എഴുതും. പിന്നെ 3, 3ൻ്റെ ഇരട്ടി 6, 2ൻ്റെ ഇരട്ടി 4, 3, 6, 2, 4. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 1, 5, 3, 6, 2, 4. രാത്രി ഡ്രൈവിങ്ങിൽ എതിരെ വാഹനം വരുമ്പോൾ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുന്നത് എന്തിന്? ആൻസർ ബി ആണ്, എതിരെ വരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറുടെ കണ്ണിൽ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം പതിക്കാതിരിക്കാൻ. ആൻസർ ബി, എതിരെ വരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറുടെ കണ്ണിൽ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം പതിക്കാതിരിക്കാൻ. പുതിയ ട്രാൻസ്പോർട്ട് വാഹനത്തിൽ ആദ്യം നൽകുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്ര? എ 3 വർഷം, ബി 2 വർഷം, സി 1 വർഷം, ഡി 4 വർഷം. ആൻസർ ബി 2 വർഷമാണ്. പുതിയ ട്രാൻസ്പോർട്ട് വാഹനത്തിന് ആദ്യം നൽകുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്ര? ആൻസർ ബി 2 വർഷം. റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്, ഓർത്തു വയ്ക്കാം. താഴെ തന്നിട്ടുള്ളവയിൽ 1 വർഷത്തേക്ക് ലൈസൻസിൻ്റെ കാലാവധി നൽകുന്നത് ഏതു തരം വാഹനം ഓടിക്കാനാണ്? എ ഫയർഫോഴ്സിൻ്റെ വാഹനം, ബി സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന വാഹനം, സി ബാഡ്ജ് വേണ്ട വാഹനം, ഡി മൃഗങ്ങളെ വഹിക്കുന്ന വാഹനം. ആൻസർ ബി ആണ്, സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന വാഹനം. നമുക്ക് ഓറഞ്ച് കളറിലേക്കുള്ള
സ്ഥിരമായിട്ട് സ്ഫോടക വസ്തുക്കളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. പുകമലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്ര? എ 6 മാസം, ബി 1 വർഷം, സി 2 വർഷം, ഡി 3 വർഷം. എല്ലാവർക്കും അറിയുന്നത് പോലെ എ 6 മാസമാണ്. വാഹനം നിർത്തിയിട്ട് പോകുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് നിർബന്ധമായും പാലിക്കേണ്ടത്? ആൻസർ ഡി ആണ്. പാർക്കിംഗ് ബ്രേക്ക് പ്രവർത്തിപ്പിക്കണം. നിർബന്ധമായും പാർക്കിംഗ് ബ്രേക്ക് പ്രവർത്തിപ്പിക്കണം. ട്രാൻസ്പോർട്ട് വാഹനത്തിന് നൽകുന്ന പെർമിറ്റിന്റെ കാലാവധി എത്ര? 5 വർഷം, ബി 3 വർഷം, സി 1 വർഷം, ഡി 4 വർഷം. ആൻസർ എ 5 വർഷം. താഴെ തന്നിട്ടുള്ളവയിൽ പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? എ അപകടത്തിൽപ്പെട്ടവർക്ക് ഡോക്ടർ വന്നു നൽകുന്നത്, ബി അപകടത്തിൽപ്പെട്ടവരുടെ വിശദ വിവരങ്ങൾ ശേഖരിക്കൽ, സി അപകടത്തിൽ പെട്ടവരെ പെട്ടെന്ന് അടുത്ത ആശുപത്രിയിൽ എത്തിക്കുക, ഡി അപകടത്തിൽ പെട്ടവർക്ക് ഏറ്റവും ആദ്യം ചെയ്യുന്ന ജീവൻ രക്ഷാ ശുശ്രൂഷ. ആൻസർ ഡി ആണ്. അപകടത്തിൽപ്പെട്ടവർക്ക് ഏറ്റവും ആദ്യം ചെയ്യുന്ന ജീവൻ രക്ഷാ ശുശ്രൂഷയാണ് എന്ത്? പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. താഴെ തന്നിട്ടുള്ളവയിൽ ടയർ തേയ്മാനം കുറയ്ക്കുവാൻ ഉതകുന്ന ഏറ്റവും ഉചിതമായ ഡ്രൈവിംഗ് രീതി ഏത്? എ വളരെ വേഗത കുറച്ച് മാത്രം ഓടിക്കുക, ബി ഏറ്റവും കുറഞ്ഞ ഭാരം മാത്രം വാഹനത്തിൽ അനുവദിച്ച് ഓടിക്കുക, സി ഇടവിട്ടുള്ള അനാവശ്യമായ ബ്രേക്കിംഗ് ഒഴിവാക്കുക, ഡി വേഗത കൂടിയ ടോപ്പ് ഗിയറിൽ മാത്രം ഓടിക്കാൻ ശ്രദ്ധിക്കുക. ആൻസർ സി ആണ്. ഇടവിട്ടുള്ള അനാവശ്യമായ ബ്രേക്കിംഗ് ഒഴിവാക്കി വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. ഒരു വാഹനം ഹെവി വാഹനത്തിൽ പെടുന്നതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? എ ടയറുകളുടെ എണ്ണത്തെ ആസ്പദമാക്കി, ബി വാഹനത്തിന്റെ നീളം നോക്കി, സി വാഹനത്തിന്റെ വീതി നോക്കി, ഡി വാഹനത്തിന്റെ ഭാരത്തെ ആസ്പദമാക്കി. ആൻസർ ഡി ആണ്. വാഹനത്തിന്റെ ഭാരത്തെ ആസ്പദമാക്കിയാണ്. വീൽ ബേസ് എന്നാൽ എന്ത്? ഒരു ആക്സിലിലെ വീലുകൾ തമ്മിലുള്ള അകലം, ബി ടയർ മാർക്കുകൾ തമ്മിലുള്ള അകലം, സി മുൻപിലെയും പിൻപിലെയും വീലുകളുടെ മധ്യരേഖകൾ തമ്മിലുള്ള അകലം, ഡി വീലും ആക്സിലും തമ്മിലുള്ള അകലം. ആൻസർ സി മുൻപിലെയും പിന്നിലെയും വീലുകളുടെ മധ്യരേഖകൾ തമ്മിലുള്ള അകലമാണ് വീൽ ബേസ് എന്നറിയപ്പെടുന്നത്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററികൾ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? എ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ബി ലാക്റ്റിക് ആസിഡ്, സി സൾഫ്യൂരിക് ആസിഡ്, ഡി നൈട്രിക് ആസിഡ്. ആൻസർ സി സൾഫ്യൂരിക് ആസിഡ്. ഭാരത് സ്റ്റേജ് 3 എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ ഭാരതത്തിൻ്റെ വികസന സംബന്ധമായ നയം, ബി ഭാരതത്തിൻ്റെ വ്യവസായ സംബന്ധമായ നയം, സി ഭാരതത്തിലെ വിദേശ സംബന്ധമായ നയം, ഭാരതത്തിൻ്റെ അന്തരീക്ഷ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട നയം. ഈയിടയ്ക്ക് BS4 വാഹനങ്ങളാണ് 2 വീലറിലൊക്കെ ഇറങ്ങിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. വാഹനങ്ങളുടെ സസ്പെൻഷനിൽ ഉപയോഗിക്കുന്ന ഷോക്ക് അബ്സോർബറിൻ്റെ കൃത്യമായ ധർമ്മം താഴെ പറയുന്നതിൽ ഏതാണ്? എ ടയറിൽ വരുന്ന ഷോക്കിനെ വലിച്ചെടുക്കുന്നു, ബി ലീഫ് സ്പ്രിങ്ങിൽ വരുന്ന ഷോക്കിനെ വലിച്ചെടുക്കുന്നു, സി ആക്സിലുകളിൽ വരുന്ന ഷോക്കിനെ വലിച്ചെടുക്കുന്നു, ഡി ചേസിസ് ഫ്രെയിമിൽ വരുന്ന ഷോക്കിനെ വലിച്ചെടുക്കുന്നു. ആൻസർ ബി ലീഫ് സ്പ്രിങ്ങിൽ വരുന്ന ഷോക്കിനെ വലിച്ചെടുക്കുന്നു. ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസറുകളുടെയും ഫൈനൽ ആൻസർ കീ PSCയുടെ ഫൈനൽ ആൻസർ കീയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. PSCയുടെ ഫൈനൽ ആൻസർ കീയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനും ഡ്രൈവർ ഗ്രേഡ് 2 HDV തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പോലീസ് ഡ്രൈവർ എങ്ങനെയെങ്കിലും അടിച്ചെടുക്കാം. ഇതുവരെ ക്ലാസ് ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ജോബത്തോൺ PSCയുടെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.